എനിക്കിട്ട് 2 മക്കളും ഒരേപോലെയാണ്. നിങ്ങളെ ഇന്നേ വരെ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. എന്ത് കാര്യവും നിങ്ങളോട് ചോദിച്ച് നിങ്ങളുടെ അഭിപ്രായവും അറിഞ്ഞു മാത്രം ചെയ്തൊരമ്മ എന്ന നിലയിൽ ഞാനിതും നിങ്ങളോട് ചോദിച്ചെന്ന് മാത്രം. നീന വളരെ നല്ലൊരു പെൺകുട്ടിയാണ്. എനിക്ക് അവളെ വളരെയധികം ഇഷ്ടമാണ്. നിങ്ങൾ 2 മക്കളിൽ ഒരാൾ അവളെ ഭാര്യയായി കൂടെ കൂട്ടുകയാണെങ്കിൽ അതെനിക്ക് ഏറെ സന്തോഷമാണ്. അത്രയേറെ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ 2 ആളും നന്നായി ആലോചിച്ച് മാത്രം ഒരു തീരുമാനം പറഞ്ഞാൽ മതി. ജീവിതം അവളുടെ മാത്രമല്ല, നിങ്ങളുടേതും കൂടിയാണ്. ശരിക്കും ചിന്തിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. മറുപടി എന്താണെങ്കിലും നിങ്ങളുടെ മറുപടി അറിഞ്ഞതിന് ശേഷമേ അവളോട് ഞാൻ ഈ കാര്യം സംസാരിക്കുള്ളൂ. അതും നിങ്ങളിൽ ഒരാൾക്കെങ്കിലും സമ്മതമാണെങ്കിൽ മാത്രം. പതിവ് സംസാരത്തിനായി മേരിയും മക്കളും ഊണുമേശയ്ക്കരികിൽ ഇരിക്കുന്ന നേരമാണ് മക്കളായ എബിനോടും ബിനോയോടും മേരി അവരുടെ വിവാഹകാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത്. സാധാരണ ഒരു കാര്യം പറയുന്ന ലാഘവത്തോടെ മേരി അത് അവരോട് പറഞ്ഞുവെങ്കിലും അവർക്ക് തന്നെ അറിയാമായിരുന്നു നീനയെ പോലൊരു കുട്ടിയെ ഭാര്യയായി കൂടെ കൂട്ടാൻ തൻ്റെ മക്കൾക്കേറെ ചിന്തിക്കേണ്ടി വരുമെന്ന്. അനാഥാലയത്തിൽ ജനിച്ചു വളർന്ന, കാഴ്ചയിൽ എടുത്തു പറയാൻ യാതൊരു പ്രത്യേകതയുമില്ലാത്ത അല്പം നിറം മങ്ങിയൊരു സാധാരണ പെൺകുട്ടിയാണ് നീന. ആലോചിച്ച് തീരുമാനം പറയാൻ അമ്മ പറഞ്ഞെങ്കിലും ബിനോയ്ക്ക് ആലോചിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. നീനയെ അവന് പരിചയമുണ്ട്, സംസാരിച്ചിട്ടുണ്ട് അവളോട്. അവളെപ്പോലെ ഒരാളെ ഒരിക്കലും ഭാര്യാസ്ഥാനത്തവൻ സങ്കല്പിച്ചിട്ട് കൂടിയില്ല. നല്ല സമ്പത്തും സൗന്ദര്യവുമുള്ളൊരു പെൺകുട്ടിയാവണം തൻ്റെ ഭാര്യ എന്നത് അവൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അവന് സമ്മതമല്ല നീനയെപ്പോലെ ഒരാളെ വിവാഹം കഴിക്കാൻ. ബിനോയുടെ നോട്ടം ചേട്ടനായ എബിന് നേരെയാണ്. ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന അത്ര സൗന്ദര്യമുള്ള ഒരുവനാണ് എബിൻ ചേട്ടായി. ഹൈസ്കൂൾ അധ്യാപകൻ. ചേട്ടനെ കണ്ടു പഠിക്കും ബിനു. അമ്മ തൻ്റെ ചെറുപ്പത്തിലെന്നും പറഞ്ഞിരുന്ന വാചകം. നിന്റെ ചേട്ടൻ നിന്നെ പോലെയല്ല കേട്ടോ, അടിപൊളിയാണ് കിടു. തൻ്റെ കൂട്ടുകാർ ഇന്നും തന്നോട് പറയുന്നത്. എന്നും എപ്പോഴും താൻ അവന് പുറകിലാണ്. പക്ഷെ വിവാഹത്തിലും അതൊരു പക്ഷെ അങ്ങനെ ആയാലോ? ചേട്ടായി എന്തായാലും അവളെപ്പോലെ സൗന്ദര്യം കുറഞ്ഞൊരാളെ ഉറപ്പായും വിവാഹം കഴിക്കില്ല. ജീവിതത്തെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് ചേട്ടായിക്ക്. നീനയെ വേണ്ടെന്ന് ചേട്ടായി പറഞ്ഞാൽ ഒരു പക്ഷേ താൻ അവളെ സ്വീകരിക്കേണ്ടി വരുമോ? അമ്മയ്ക്ക് അവളെ അത്രയേറെ ഇഷ്ടമാണ്. പെട്ടെന്നൊന്നും ഉപേക്ഷിക്കില്ല. ചേട്ടായി അവളെ വേണ്ട എന്ന് പറഞ്ഞാൽ അമ്മ തന്നെ നിർബന്ധിക്കുമോ? ചോദ്യം മനസ്സിലുയർന്നതും ബിനോ വേഗം അമ്മയെ നോക്കി. അമ്മ, എനിക്ക് നീനയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. കൂടുതലൊന്നും ഈ കാര്യത്തിൽ ആലോചിക്കാനില്ല. എനിക്കിപ്പോഴൊരു വിവാഹവും വേണ്ട. ചേട്ടന് താല്പര്യമുണ്ടെങ്കിൽ അവരെ കെട്ടിക്കോട്ടെ. ഒറ്റ ശ്വാസത്തിൽ ബിനോ പറഞ്ഞതിന് മേരി അവനെ ഒന്ന് നോക്കി തലയാട്ടി. അവരുടെ കണ്ണുകൾ എബിക്ക് നേരെയായി. ഞാൻ പറയാം അമ്മ, എനിക്കിത്തിരി സമയം വേണം, ഞാൻ പറയാം. അമ്മയുടെ മുഖത്തേക്ക് നോക്കി എബി പറയുമ്പോഴും മേരിയിൽ ആ ചിരി അവശേഷിച്ചിരുന്നു. ബിനോയ്ക്ക് പക്ഷെ ഉറപ്പായിരുന്നു ചേട്ടായി നൈസായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് എന്ന്. നീനയെപ്പോലെ ഒരാളെ ചേട്ടന് ഒരിക്കലും ഇഷ്ടമാവില്ല, അവൻ ഉറപ്പിച്ചു. എബിയെ പറ്റിയുള്ള ആ ചിന്ത 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാറ്റി ബിനോ. വിവാഹത്തെപ്പറ്റി ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞവനെ നീനയ്ക്കൊപ്പം കാണുന്നതൊരു പതിവ് കാഴ്ചയായി. ബുക്ക് സ്റ്റാളുകളിലും ബീച്ചിലുമെല്ലാം നീനയോടൊപ്പം ചേട്ടായിയെ കണ്ടു തുടങ്ങിയപ്പോൾ ബിനു ശ്രദ്ധിച്ചത് എബിയുടെ മുഖത്തെ സന്തോഷമാണ്. നീനയ്ക്കൊപ്പം കൂടിയതിൽ പിന്നെ കൂടുതൽ സന്തോഷവാനാണ് ഏട്ടൻ. തേടി നടന്നതെന്തോ കണ്ടുകിട്ടിയ സന്തോഷമാണ് ഏട്ടൻ്റെ മുഖത്ത്. അമ്മ, എനിക്ക് എത്രയും പെട്ടെന്ന് നീനയെ വിവാഹം കഴിക്കണമെന്ന് ചേട്ടായി അമ്മയോട് പറയുന്നത് കേട്ട് മിഴിഞ്ഞ ബിനോയിയുടെ കണ്ണുകൾ. നീനയ്ക്ക് എന്താണ് ഏട്ടായി ഇതിനു മാത്രം പ്രത്യേകതയെന്ന ബിനോയിയുടെ ചോദ്യത്തിന് അവനെ നോക്കിയൊന്ന് കണ്ണിറുക്കി എബിൻ. അവൾക്ക് പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ ബിനോ. അത് ഞാൻ തിരിച്ചറിഞ്ഞത് അവളുമായി ഞാൻ അടുത്തതിനു ശേഷമാണ്. അല്പനേരം അവളെ കാണാതെയിരിക്കാൻ പറ്റാത്ത വിധം ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എൻ്റേതാക്കാൻ കൊതിക്കുന്നുണ്ട് വല്ലാതെ. എബിയുടെ സംസാരത്തെ ബിനോ പരിഹാസത്തോടെയാണ് സ്വീകരിച്ചത്. വിവാഹം കഴിഞ്ഞ് കൂടെ പൊറുക്കുമ്പോഴും കാണണം ഈ സ്നേഹം അവളോട്. പിറുവെറുത്തവൻ. വിവാഹം കഴിഞ്ഞാൽ നീനയിൽ നിന്ന് അകലും എബി എന്ന് കരുതിയ ബിനോയെ അമ്പരപ്പിച്ചുകൊണ്ട് നീനയോട് കൂടുതൽ അടുത്തു എബി. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഏത് സമയവും നീനയ്ക്ക് ചുറ്റുമായി എബി. അവരുടെ കിടപ്പുമുറിയിൽ നിന്ന് പുറത്തേക്ക് കേൾക്കുന്ന ശ്വാസനിശ്വാസങ്ങളും നീനയെ പുണർന്നും ചുംബിച്ചും കുസൃതി കാട്ടിയും നിൽക്കുന്ന എബിയും ബിനോയുടെ ജീവിതത്തിലെ പതിവ് കാഴ്ചകളായി. നീന വന്നതിന് ശേഷം തൻ്റെ വീടും വീട്ടുകാരും എന്തിന് തനിക്ക് പോലും മാറ്റം വന്നത് ബിനോ ശ്രദ്ധിക്കുന്നത് വൈകിയാണ്. അധിക സംസാരങ്ങളില്ലാതെ ഒതുങ്ങി ജീവിച്ചിരുന്ന തങ്ങളുടെ അമ്മ ഇപ്പോൾ വളരെയധികം ഉണർവിലാണ്. തമാശകളും പൊട്ടിച്ചിരികളും വീടിനകത്ത് നിറഞ്ഞു നിന്നെപ്പോഴും. അലസതയോടെ നടന്നിരുന്ന താൻ പോലും വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവർക്കൊപ്പം ഓരോന്നിനും കൂടി സന്തോഷങ്ങൾ കണ്ടെത്താനും തുടങ്ങിയപ്പോൾ തൻ്റെ കൂട്ടുകാർ പോലും പറഞ്ഞു, നീ നിന്റെ ചേട്ടനേക്കാൾ സൂപ്പറാണല്ലോ ഇപ്പോഴെന്ന്. ആരോരുമില്ലാത്ത അനാഥാലയത്തിനുള്ളിൽ ഒതുങ്ങിപ്പോയ നീനയെ അവളുടെ മനസ്സിലെ നന്മയെയും സ്നേഹത്തെയുമെല്ലാം
ആദ്യം തിരിച്ചറിഞ്ഞത് മേരിയാണ്. പിന്നീട് അവളോടടുത്തപ്പോൾ എബിയും. അവളിലെ നന്മയും സ്നേഹവുമെല്ലാം തൻ്റെ വീട്ടിലെന്നും ഉണ്ടാവണമെന്ന മേരിയുടെ ആഗ്രഹമാണ് എബിയിലൂടെ അവർ നേടിയെടുത്തത്. തൻ്റെ കൈവശമുള്ളത് മറ്റുള്ളവർക്ക് കൂടി നീന നൽകി തുടങ്ങിയതോടെയാണ് തൻ്റെ വീടൊരു സ്വർഗമായതെന്ന് തിരിച്ചറിഞ്ഞവൻ. കാഴ്ചയിലെ സൗന്ദര്യത്തിനുമപ്പുറം മനസ്സിൻ്റെ സൗന്ദര്യമാണ് ജീവിതത്തിൽ പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞ നാളുകളിലൊന്ന് ബിനു മേരിക്ക് മുന്നിലെത്തി. അമ്മ, എനിക്കും വേണം നീനയെപ്പോലൊരു പെൺകുട്ടിയെ എൻ്റെ ഭാര്യയായി. പതർച്ച ഏതുമില്ലാതെ ബിനു പറഞ്ഞതിനൊരു പുഞ്ചിരി മടക്കി അവന് നൽകി മേരി. അവളെപ്പോലെ ഒരാൾ അങ്ങനെയൊന്നില്ല മോനെ. ചില ഭാഗ്യങ്ങൾ ചില സമയങ്ങളിൽ മാത്രമേ നമ്മളെ തേടി വരൂ. അങ്ങനെ വന്ന ഒന്നാണ് നീനയും. നീ ഇതിനെ ആദ്യമേ തിരസ്കരിച്ചു. അവൻ നിന്റെ ചേട്ടായി, അത് സ്വീകരിച്ചു. ഇനി നമുക്ക് കാത്തിരിക്കാം നിന്നെയും തേടി വരുന്ന ഭാഗ്യത്തിനായി. വരും, നിനക്കായും ഒരുത്തി. അമ്മയുടെ വാക്കിൽ തെളിഞ്ഞ പ്രതീക്ഷ പക്ഷേ ബിനോയിൽ ഉണ്ടായിരുന്നില്ല. ഭാഗ്യം നമ്മളെ തേടി വരുമ്പോൾ തന്നെ അതിനെ സ്വീകരിക്കണമെന്നത് ബിനോ എന്നീ ജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.